സിപിഎമ്മിലെ തെറ്റുതിരുത്തൽ ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നതിനിടെ വ്യക്തിപൂജ വിവാദത്തിൽ പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണവുമായി മുതിർന്ന നേതാവ് പി ജയരാജൻ. തന്നെ ചുറ്റിപ്പറ്റി ഉയർന്ന വ്യക്തിപൂജ ആരോപണങ്ങൾ വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പി ജയരാജൻ വ്യക്തമാക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ തനിക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജന്റെ പ്രതികരണം. പാർട്ടിയുടെ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്തിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പരസ്യ പ്രതികരണം. ഇതോടെ സിപിഎമ്മിനകത്ത് പി ജയരാജന്റെ നിലപാടും അതിന് പിന്നിലെ രാഷ്ട്രീയ സന്ദേശവും വീണ്ടും ചർച്ചയാവുകയാണ്. തന്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും ഫ്ലെക്സ് ബോർഡുകളും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നത് പി ജയരാജൻ സമ്മതിക്കുന്നു. എന്നാൽ അതിന്റെ പേരിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. താൻ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പുറത്തു വരുമെന്നും പി ജയരാജൻ പറഞ്ഞു. തന്നെ ചുറ്റിപ്പറ്റി ആരാധനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ പേരിൽ താൻ വ്യക്തിപൂജ നടത്തിയെന്ന് പറയാനാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആർക്കെങ്കിലും തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. തന്നെക്കുറിച്ച് ചില സ്ഥലങ്ങളിൽ പാട്ടുകൾ ഉണ്ടായെന്നും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു. എന്നാൽ അതൊന്നും താൻ ആവശ്യപ്പെട്ടതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ താൻ തന്നെ തിരുത്തേണ്ട സാഹചര്യമില്ല. മറിച്ച് ഇതിനെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ടായവർ ആ ധാരണ തിരുത്തുകയാണ് വേണ്ടതെന്ന സൂചനയാണ് ജയരാജൻ നൽകിയത്. ഇതാണ് ഇപ്പോഴത്തെ പ്രതികരണത്തിലെ പ്രധാന രാഷ്ട്രീയ സന്ദേശമായി സിപിഎമ്മിനുള്ളിൽ വിലയിരുത്തപ്പെടുന്നത്. അഭിമുഖത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുണ്ടായ ആരാധനയും പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. പിണറായി വിജയനെ പുകഴ്ത്തി പാട്ടുകളും പിന്നീട് തിരുവാതിരയും സംഘടിപ്പിച്ചിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അത്തരം പരിപാടികളും പിണറായി വിജയനോടുള്ള ആരാധനയുടെ ഭാഗമായിരുന്നുവെന്നാണ് ജയരാജന്റെ പരാമർശം. ഇതോടെ തന്റെ പേരിൽ ഉയർന്ന വ്യക്തിപൂജ ആരോപണത്തെ മാത്രം ചോദ്യം ചെയ്യുന്നതിന് പകരം പാർട്ടിയിലെ സമാനമായ മറ്റ് സംഭവങ്ങളിലേക്കും അദ്ദേഹം ശ്രദ്ധ തിരിക്കുകയാണെന്ന വ്യാഖ്യാനവും ഉയരുന്നുണ്ട്. തന്നെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങളും മറ്റും ഉയർന്നതിന് പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നുവെന്നാണ് പി ജയരാജന്റെ വിശദീകരണം. UDF സർക്കാരിന്റെ കാലത്തും പിന്നീട് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണങ്ങളിലൂടെയും തനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടായെന്നും ജയിലിൽ പോകേണ്ട സാഹചര്യമുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത്തരം സാഹചര്യങ്ങളിൽ തനിക്കെതിരെ നടന്ന നടപടികളോടുള്ള പ്രതിഷേധവും പിന്തുണയും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചിലർ തന്നെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങളും മറ്റും ഉയർത്തിയതെന്നാണ് ജയരാജന്റെ വാദം. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തിപൂജയായി മാത്രം കാണാനാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്.